ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? എടാ വാടാ പോടാ ബന്ധമായി പോയില്ലേ? ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോളെ, വാപ്പാനെ എന്താ നീ വിളിക്കുന്നേ? വാപ്പാനെ പേരാണ് വിളിക്കുന്നേ? വാപ്പാടെ എന്റെ പേര് സിറാജ്, എന്റെ മോൻ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എടാ, ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അത് കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ഭർത്താവിന്റെ സ്ഥാനം എന്തെന്നറിയോ? അള്ളാഹു ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. നിനക്കറിയോ സഹോദരി, നീ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമല്ലോ. ഒരു ഭാര്യ, ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ ആ ചെയ്ത ദുആ സ്വീകരിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. നിങ്ങളൊക്കെ ചോദിക്കുന്നല്ലോ, ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരുണ്ടല്ലോ. നീ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്, ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഒരു പെണ്ണ് ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അവൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം ദുആ ചെയ്യാൻ. ഒരു പെണ്ണ് അവളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ അവൾ ആദ്യം മുത്തുനബി പറഞ്ഞു, മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വെള്ളിയാഴ്ച രാവിലെ വീടിന്റെ മുകളിൽ വരുമെന്ന്. വീടിന്റെ മുകളിൽ വന്നിട്ട് അവര് പറയും, മക്കളെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ അകത്താടാ നീ താമസിക്കണേ, എന്റെ വസ്ത്രമാ നീ ധരിച്ചിരിക്കണേ, എന്റെ പണത്തിലാ നീ പൊളിച്ചു നടക്കുന്നത്, മക്കളെ എന്റെ കടമൊന്ന് വിട്ടടാ, എന്റെ കടമൊന്ന് വിട്ടടാ. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആകാശത്ത് വീടിന്റെ മുകളിൽ വന്നിട്ട് പറയുമത്രേ, കടം വീട്ടാതെ വന്ന മക്കള്, മാതാപിതാക്കള് സദക്ക കൊടുക്കാൻ മനസ്സ്, മാതാപിതാക്കൾക്ക് വേണ്ടി സദക്ക കൊടുക്കാത്ത മക്കളുടെ കാലവാ. അവര് പറയുമത്രേ, മോനെ നിനക്ക് പൈസ കൊടുക്കാൻ മടിയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യടാ എന്ന് മരിച്ചുപോയവര് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.